ഉണ്ടല്ലോ അല്ലേ. അജ്വഫ് എന്ന് പറഞ്ഞാൽ നടുവിൽ ഇല്ലത്തിൻ്റെ അക്ഷരം വരുന്നത്. ഖാല യഖൂലു ഖൗലൻ വഹുവ ഖായിലുൻ ഖീല യുഖാലു ഖൗലൻ വഹുവ മഖൂലുൻ അൽ അംറു മിൻഹു കുൽ വന്നഹി ലാ തഖുൽ. അതിന് മറ്റൊരു ഫോർമാറ്റ് പറഞ്ഞു, അത് ഏതാ, ബാബു നസറ. ഇനി ബാബു ലറബ ഐ ഫോർമാറ്റ് പറ ബി ഉ ബൈ അൻ വഹുവ ബാഇ ഉൻ ബി അയുബാ ഉ ബൈ അൻ വഹുവ മബീ ഉൻ അൽ അംറു മിൻഹു ബി വന്നഹി ലാ തബി. ഇവിടെ കഴിഞ്ഞ ഇതിൽ ഞാനൊരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മജ്ഹൂലിനെ കുറിച്ചിട്ട്, അജ്വഫായ ഫേലിൻ്റെ മജ്ഹൂലിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുവിൽ അലിഫുണ്ട് അല്ലേ, കോല നടുവിൽ അലിഫുണ്ട്. അപ്പോൾ അലിഫിൽ നമ്മൾ എങ്ങനെയാണ് മജ്ഹൂൽ ഉണ്ടാക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലെറ്ററിന് ദൊമ്മ കൊടുക്കും അല്ലേ, കതബ കുതിബ അല്ലേ, ദൊമ്മ കൊടുക്കും. സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസ്റ കൊടുക്കും. അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് മജ്ഹൂൽ ഉണ്ടാക്കുന്നത് അല്ലേ. ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് മിണ്ടിക്കോട്ടാ അല്ല അല്ലേ, അങ്ങനത്തെ കാല കതബ കുതിബ എന്നാവും സെക്കൻഡ് ലാസ്റ്റ്. അപ്പോൾ ഇവിടെ കാലക്ക് സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് കെസ്റ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അലിഫ് ഹർക്കത്തിന് സ്വീകരിക്കൂല. അവിടെ അലിഫിൻ്റെ മുകളിൽ നമുക്ക് കെസ്റ കൊടുക്കാൻ പറ്റൂല. അലിഫിന് കെസ്റ കൊടുക്കാൻ പറ്റൂല. അവിടെ അലിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹംസയല്ല. ഹംസയാണെങ്കിൽ ഇല എന്നൊക്കെ കൊടുക്കാം. അത് അലിഫാണ്. അലിഫ് സുക്കൂനാണ്, സുക്കൂനിലാണ് നിൽക്കുള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പിന്നെ ഫതഹയോ കെസ്റയോ ദൊമ്മയൊന്നും അലിഫ് സ്വീകരിക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ അലിഫിനെ പിടിച്ച് ആക്കും. അപ്പോൾ എന്താ കൈലാന്നാക്കും. അപ്പോൾ ആ ഒരു യാഇനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് മാച്ചായത് ലെറ്റർ ആയിട്ട് ഹർക്കത്തായിട്ടുള്ള കെസ്റ കൊടുക്കും. അങ്ങനെയാണ് കാല കീലയാകുന്നത്. കാല എന്താകും, കീല എന്നാകും. കീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു. കാല അവൻ പറഞ്ഞു. അതിന് ഫായിൽ പറയപ്പെടാത്ത രൂപമാണ് കീല, പറയപ്പെട്ടു. കീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാല കീലയായത്. ഇനി അതിൻ്റെ മജ്ഹൂൽ മുളാരിൻ്റെ രൂപം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, യഖൂലു എന്നാണല്ലോ, യഖൂലു എന്നാണ്. അപ്പോൾ ഇതിന് മുളാരിയിൽ അവസാനത്തതിൻ്റെ മുന്നിലുള്ള അക്ഷരം അലിഫ് ആക്കും. അപ്പോൾ യുഖാലു, യുഖാലു. യഖൂലു എന്താവും, യുഖാലു എന്നാകും. യുഖാലു സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് പത്താക്കും. യഖൂലു യുഖാലു. അങ്ങനെയാണ് അത്. അത് ഇപ്പൊ ഇനി എടുക്കുന്നത് നാഖിസായ ഫേൽ, നാഖിസായത് കേട്ടാ, നാഖിസ്. ഇനി നാഖിസ് ഞാൻ നോട്ടുണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് നിങ്ങളായിട്ട് ഇരുന്നിട്ട് എഴുതാമെന്ന് അറിയാം. അപ്പോൾ ഇതിൽ കുറച്ച് ഫേൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാല കീല യുക്കാലു ബാ അ യബി ഉ ബി അ യുബാ ഉ ജാ അയജി ഉ ജി അയു ജാ ഉ എന്നൊക്കെ ആക്കും. ഇനി നാഖിസായ ഫേലാണ് നമുക്ക് എടുക്കാനുള്ളത്. നഹ്വ, നഹ്വ പോലെ ഏതുപോലെ ദ ആ നാഖിസായ ഫേലിൻ്റെ പ്രത്യേകത എന്താ, ഇല്ലത്തിൻ്റെ അക്ഷരം മൂന്നാമത്തെ ലെറ്റർ ഇല്ലത്തിൻ്റെ അക്ഷരം വരും അല്ലേ. ദ ആ യദുഉ ദുആഅൻ, ദഅ അവൻ വിളിച്ചു, അവൻ പ്രാർത്ഥിച്ചു. യദുഉ അവൻ പ്രാർത്ഥിക്കുന്നു. ദുആഅൻ അതിൻ്റെ ഏതാ മസ്ദറാണ്. ദുആഅൻ പ്രാർത്ഥന, വിളിക്കൽ. വഹുവ വിളിക്കുന്ന ആൾ ദാഇൻ, വഹുവ ദാഇൻ വിളിക്കുന്ന ആൾ ആരാണ്, ദാഇൻ. ഇനി അതിൻ്റെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കുമ്പോൾ ദുഇയ യുദ്ആ ദുആഅൻ വഹുവ മദ്ഉവ്വുൻ വിളിക്കപ്പെടുന്നവൻ. അൽ അംറു മിൻഹു ഉദ്ഉ വന്നഹി ലാ തദ്ഉ. ഇനി മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. റമ എറിഞ്ഞു, എർമി എറിയുന്നു, റമ്യൻ എറിയൽ, എറിയുന്ന ആളെ റാമിൻ എന്ന് വിളിക്കും. റുമിയ യുർമ റമ്യൻ വഹുവ മർമിയുൻ എറിയപ്പെടുന്നവർ. അൽ അംറു മിൻഹു ഇർമി വന്നഹി ലാ തർമി. ഓക്കെ, നമുക്ക് കുറച്ച് ക്രിയകൾ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് എന്നൊക്കെ ഉള്ളത് നോക്കാട്ടോ. എവിടെയായിരുന്നു, ശരി, ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. റമ ഇത് കഷ്ടപ്പെട്ട് പഠിക്കുക തന്നെ വേണം റമ. കാരണം കുറച്ച് മെനക്കെടുണ്ട് ഇത് പഠിക്കാൻ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര രസമാണ്, ഭയങ്കര സുഖമാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വലിയ സുഖമൊന്നുമില്ല, അത്യാവശ്യം പഠിക്കണം. ഇത് നമ്മൾ പഠിച്ചിട്ട് തന്നെ എന്താ പറയുക മുന്നോട്ട് പോകണം. അപ്പോൾ കുറേ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് ഞാൻ പോകണില്ല, ഏത് തസ്രീഫിലേക്ക് ഞാൻ പോകണില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞുതരാം, എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്തായിരുന്നു, ഇല്ലത്തിൻ്റെ അക്ഷരം ആണ് ഇതിൽ വരുന്നത് അല്ലേ. ഇല്ലത്തിൻ്റെ അക്ഷരം എവിടെ വരുന്നത്, അവസാനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഓരോ ബാബുകളായിട്ട് നമ്മൾ പഠിക്കണം, ഓരോ ബാബുകളായിട്ട് പഠിക്കണം. ഒരു മിനിറ്റ് കേട്ടോ.
അപ്പോൾ ആദ്യം ഏത് ബാബ പഠിക്കും നമ്മൾ? മറ്റേ നാക്കിസ് അല്ലേ പേര്? നാക്കിസ് കേട്ടോ. നാക്കിസ്. നാക്കിസിൽ നമ്മൾ ഏത് ബാബ പഠിക്കുക സോലിഹത്ത? ഏത് ബാബ ആദ്യം പഠിക്കുക നമ്മൾ? ഇല്ലേ? ആരും ഇല്ലേ? നാഫീസ് പഠിച്ചോരില്ലേ? നാഫീസായാലല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണത്. നമ്മൾ ഏത് ബാബ ആദ്യം പറയാ? AU ബാബു നോക്കാം അല്ലേ? ബാബു നെസറ. ഉദാഹരണം പറഞ്ഞ നെസറ ബാബിന്. ഉദാഹരണം നെസറ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നെസറ എൻസുറു പാറ്റേണിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് നെസറ മൂന്നാമത്തെ ലെറ്ററിന് ഫതഹ ഇല്ല? അങ്ങനെ വരൂല, ഇതിങ്ങനെയാണ് വരുള്ളൂ. ഓക്കെ, ദഅവ എന്നാണത് ശരിക്കും. പക്ഷെ എന്താണ് ദഅ എന്നായതാണ് കേട്ടോ. ദഅവ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു. നിങ്ങൾ ഖുർആനിൽ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ദഅ എന്താ പറയുന്നത്? പ്രൈഡ് എന്ന് അർത്ഥം കിട്ടും, ഹി പ്രൈഡ് എന്ന് അർത്ഥം കിട്ടും, അല്ലെങ്കിൽ അവൻ വിളിച്ച്. ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം കേട്ടോ, കാരണം എനിക്ക് മലയാളം കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് നമുക്ക് കുറച്ചും കൂടി എഴുതാനുള്ളതാണ്. ഹി പ്രൈഡ്, അവൻ പ്രാർത്ഥിച്ചു, അവൻ വിളിച്ചു എന്നൊക്കെ അർത്ഥം കിട്ടും കേട്ടോ, അർത്ഥം കിട്ടും. ശരി. ഇനി ഇതിൻ്റെ മുലാരി ആക്കുമ്പോൾ ആ പാറ്റേൺ കണ്ടോ? നമ്മളിതിലില്ലേ? എവിടെ ഇപ്പോൾ ബുക്ക്? യദുഉ എന്നാണ് കേട്ടോ. ഇവിടെ അലിഫുണ്ടോ? യദുഉന് അലിഫില്ലല്ലോ. ഒരലിഫ് കാണുന്നുണ്ടല്ലോ. അങ്ങനെയുണ്ട് ഇപ്പുറത്തെ ബാബിൽ അലിഫ്. ശരിക്കും അലിഫ് ഉണ്ടോ അവിടെ? ഞാൻ നോക്കട്ടെ കേട്ടോ, ഒരൊറ്റ മിനിറ്റ് കേട്ടോ. ആവാസുനുൽ ഇപ്പുറത്തെ പേജിൽ അങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഞാനിപ്പോഴും കാണുന്നത് അലിഫില്ലല്ലോ. അലിഫ് വരുന്നത് ബാബുൽ ജമാക്ക് ശേഷമാണ് അലിഫ് വരാറുള്ളത് സാധാരണ. അതാ ഞാനിങ്ങനെ ചിന്തിച്ചത്, അവിടെ ഒരു അലിഫ് കിടക്കുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ അലിഫുണ്ട്, എൻ്റെ ബുക്കിലുണ്ട്. നിങ്ങളുടെ ബുക്കിലില്ലേ? എൻ്റെ ബുക്കിൽ അലിഫുണ്ട്. അത് ഉണ്ട്, ബുക്കിലുണ്ട്. സാധാരണ അതിന് അലിഫ് ഇടാറില്ലല്ലോ അല്ലേ? ഏതോ പറഞ്ഞിട്ട് വാവിന്റെ ശേഷം ഒരു അലിഫ് ഇടലുണ്ടാ? അതിപ്പോ ഏതോ ഒരു ലോകത്തു നിന്നാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ ഇതിന്റെ ഒപ്പമില്ല. ഇല്ല, നമ്മുടെ മറ്റേ ടെക്സ്റ്റിലെ മുളാരി എഴുതിയപ്പോ അലിഫില്ല. ബുക്കിൽ കിടക്കുന്നുണ്ട് കേട്ടോ, എന്താണെന്നുള്ളത് പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. എനിക്ക് നമ്മള് അങ്ങനെ ഒരു അലിഫ് വരേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ അല്ലേ? ഞാൻ ഒന്നുകൂടി നോക്കട്ടെ, നെറ്റിൽ അടിച്ചു നോക്കട്ടോ. അതുപോലെ ഇതില് ആണ് എഴുതിയേക്കണതില് അതിന് കഴിഞ്ഞിട്ട് യാ ആണ് ഇട്ടേക്കണത്. ആണോ? ചിലപ്പോൾ അങ്ങനത്തെ വല്ല ഫോർമാറ്റ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാനത് നോക്കിയിട്ടില്ല ഇതുവരെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശരിയാണ്. കണ്ടോ? ഇല്ല, അലിഫില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ അത് അലിഫിടണ്ട. അതിന് ദൊമ്മ വാവ് കേട്ടോ. ഇനി ഇത് ഏത് ബാബ? എന്ന് പറഞ്ഞാൽ നെസറ ബാബ അല്ലേ? വാവ്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാ എന്നുള്ളതിന് അറിയുന്നവരൊന്ന് മനസ്സിലാക്കുക, അല്ലാത്തവരൊന്ന് ക്ഷമിക്കുക. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കും. എന്നുള്ളിടത്ത് എന്നാണ് വരേണ്ടത്. അവിടെ കൊടുത്തിട്ടില്ല. കാരണം വെച്ചാല് ഞാന് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ അപ്പൊ ഇതൊരു പഴയ രീതിയായിരിക്കും കേട്ടോ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ടായിരിക്കും അലിഫ് വന്നത്. കാരണം ദഅക്കും അലിഫ് മക്സൂറയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് മറ്റേ അലിഫാണ്, മദ്ദ അലിഫാണ് കിടക്കുന്നത്. പിന്നെ ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വരാൻ കാരണം മറ്റേത് എന്നുള്ളിടത്ത് നമ്മൾ തഅദ്ദുർ എന്നാണ് പറയുക. ഉദൂറുണ്ട്, തഅദ്ദുറാണ്, ഇമ്പോസിബിൾ ആണ് അവിടെ എന്നാണ് പറയുക കേട്ടോ. നമ്മളെങ്ങനെ പറയാം? ഫിഅ്ലു മാളി മബ്നിയുൻ അലൽ ഫതഹി
ഫതഹത്തിൽ മുഖദ്ദറത്തിൽ ഇത്തഅദുരി. യദു പറയുമ്പോൾ വാവിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഹർക്കത്തിന് സ്വീകരിക്കും. യൻസുറു എന്ന് പറയുമ്പോൾ യദുഉ എന്നാണ് വരേണ്ടത്, വാവിന് ദൊമ്മയാണ് വരേണ്ടത്. പക്ഷേ എന്താണ് എന്തുള്ളത് കൊണ്ട് ഉതിറുള്ളത് കൊണ്ട് യദുഉ ഇത് എഴുതണ്ട അല്ലേ. അപ്പം അതിലുണ്ടല്ലോ അല്ലേ. പിന്നെ ഇതിൻ്റെ ദുആ എന്നുള്ളത് മസ്തർ നമ്മൾ പഠിക്കണം. കാരണം പലതിൻ്റെ മസ്തറും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസ്തർ നമ്മൾ പഠിക്കണം. ദുആ എല്ലാ മസ്തറും ഒരുപോലെ ആവില്ല കേട്ടോ. അറിയാലോ, 3 ലെറ്റർ ഉള്ളതിന് ഒരേപോലെ കിട്ടൂല നമുക്ക്. മസ്തർ നമ്മൾ പഠിക്കില്ലേ ചെയ്യാറ്. ദുആ പ്രാർത്ഥന. ഇനി വിളിക്കുന്ന ആളെങ്ങനെ പറയാം, ഇസ്മു ഫായിൽ എങ്ങനെ പറയാം, ദാ ഇൻ. ഇത് എല്ലാതും ഒരുപോലെ കിടക്കുന്നത് കേട്ടോ. ഇസ്മു ഫായിലെല്ലാം ദാ ഇൻ, ഹംസ അല്ലേ, ഐനല്ലേ, ദാ ഇൻ, ദാ ഇൻ വിളിക്കുന്നവൻ, പിന്നെ വിളിക്കപ്പെടുന്നവൻ. ഇനി ഇതിൻ്റെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കണത് 3ാമത്തെ ബുക്കിലാണ് വരുന്നുള്ളൂ. എന്നിരുന്നാലും ഇതിൻ്റെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കണത് വെറുതെ ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ കേട്ടോ. എങ്ങനെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കുക, ഇതിൻ്റെ അടിസ്ഥാനം, അതായത് മാലിൻ്റെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കുമ്പോൾ, ദാ എന്നുള്ളതിൻ്റെ മാലിൻ്റെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആദ്യം ദൊമ്മ കൊടുക്കും അല്ലേ. ഫോണ്ട് വലുതാക്കട്ടെ. മാലിൻ്റെ മജ്ഹൂൽ രൂപം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ദഅവ എന്നാണ്. അത് നമ്മൾ വെറുതെ ഒന്ന് ഞാൻ ആദ്യം ഇത് മജ്ഹൂൽ രൂപം ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരാം. ദുഇവ എന്ന് വന്നതായിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ, ഇല അല്ലേ, ആ ഒരു പാറ്റേണിലല്ലേ, കുതിബ എന്നല്ലേ പറയാ. അപ്പോൾ മജ്ഹൂലിൻ്റെ, അപ്പോൾ മാലിൻ്റെ മജ്ഹൂലിൽ മാലിൻ്റെ ഇത് എന്തായാലും ലാം കലിമനെ നമ്മൾ എന്താക്കണം, ലാം കലിമ ഫ അല, അപ്പോൾ വാവല്ല ലാം കലിമ, ലാം കലിമനെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, യാ ആക്കണം. എന്തായാലും അത് എയു ആയാലും ഐ ആയാലും നസ്ര ബാബ ആയാലും ഫതഹ ബാബ ആയാലും എന്ത് ബാബ ആയാലും ദുഇയ്യ അങ്ങനത്തെ വന്നുള്ളത്. ദുഇയ്യ ഫതഹ ആക്കണം, ദുഇയ്യ ഏതിൽ വന്നാലും ആ റൂൾ അങ്ങനെയാണ്. എന്തെന്ന്, മാലി മജ്ഹൂലിൻ്റെ ലാം കലിമയെ യാ ആക്കണം. ഏതിൻ്റെ, നാക്കിസിൽ കേട്ടോ. ഇപ്പം നമ്മൾ പഠിക്കുന്ന നാക്കിസ് അല്ലേ, അത് അതിൻ്റെ റൂളാണ്. മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലെറ്ററിന് ദൊമ്മ, സെക്കൻഡ് ലെറ്ററിന് കെസ്ര, തേർഡ് ലെറ്റർ യാ ആക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇപ്പോൾ 3ാമത്തെ റൂൾ കൂടി. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഫ കലിമക്ക് ദൊമ്മ, ഐൻ കലിമക്ക് കെസ്ര, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. കുതിബ, സുഇല, ജുലിസ എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. അവൻ ഇരിക്കപ്പെട്ടു അല്ലെ, ഇരിക്കപ്പെട്ടു അല്ലെങ്കിൽ എഴുതപ്പെട്ടു എന്നൊക്കെ അല്ലേ പറയാം. വിളിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദുഇയ്യ. അപ്പോൾ ഒരു 3ാമത്തെ റൂൾ കൂടി കൂടുതൽ വരും. എന്ത്, ലാം കലിമക്ക് യാ ആക്കുക, ദുഇയ്യ. ക്ലിയർ അല്ലേ. ആ റൂൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. നമ്മളെ ബുക്ക് 3 വരണുള്ളൂ ഇത്. ഇനി ഇതിൻ്റെ മറ്റേ മുലാരിൻ്റെ, അപ്പോൾ എന്താ വിളിക്കപ്പെട്ടു, മുലാരിൻ്റെ വരുമ്പോൾ ലാം കലിമയെ അലിഫാക്കണം, അലിഫ് മക്സൂറയാക്കണം. ശരിക്കും മുലാരി നമ്മളെങ്ങനെ ചെയ്യാറ്, യാക്ക് ദൊമ്മ കൊടുക്കും അല്ലേ. യക്തുബു യുക്തബു എന്നല്ലേ പറയാം, യുക്തബു. അപ്പോൾ ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ, യുദ് അവു എന്നല്ലേ വരേണ്ടത്, യുദ് അവു എന്നാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റൂൾ എന്തായിരുന്നു, ഇതുപോലെ തന്നെ എഴുതി നോക്കുക. എന്നിട്ട് ലാസ്റ്റിനെ മാറ്റിയിട്ട് വാവിനെ മാറ്റിയിട്ട് അലിഫ് മക്സൂറ കൊടുക്കുക. അപ്പോൾ എന്തായി, യുദ് അങ്ങനെ തന്നെയല്ലേ വന്നുള്ളത്. യുദ് അവൻ വിളിക്കപ്പെടുന്നു, ദുഇയ്യ അവൻ വിളിക്കപ്പെട്ടു, യുദ് അവൻ വിളിക്കപ്പെടുന്നു. റൂൾസ് എഴുതി വെച്ചോളൂ കേട്ടോ. റൂൾസ് എല്ലാ മജ്ഹൂലും പോലെ തന്നെയാണ്. പക്ഷേ മാലിക്ക് ലാസ്റ്റ് ലെറ്റർ യാ ആക്കണം, മുലാരിക്ക് ലാസ്റ്റ് ലെറ്റർ അലിഫ് മക്സൂറയാക്കണം. ഓക്കെ അല്ലേ. ഇതിൻ്റെ ഇടയിൽ ഒരാളെയും കൂടി ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ആരെ വിട്ടുപോയിട്ടുള്ളത്, അംബ്രഫീലിനെ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. യദു അംബ്രഫീൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ, അവ എന്നല്ലേ, യദുഉ. നമ്മൾ അംബ്രഫീൽ ഉണ്ടാക്കുമ്പോൾ മാലി എന്നല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ യദുഉ അല്ലെങ്കിൽ തദുഉ എന്നാണ് ഉണ്ടാക്കേണ്ടത്, തദുഉ. അപ്പോൾ മുലാറത്തിൻ്റെ ലെറ്ററിനെ കളയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാലിന് സുക്കൂന് അല്ലേ, മുലാരിയിൽ ദാലിന് സുക്കൂനല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹംസത്തുൽ വസ്ൽ ഇട്ട് കൊടുത്തു. ഇനി ഹംസത്തുൽ വസ്ൽ, അതിന് സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താ, ദൊമ്മയാകുമ്പോൾ ഇതിനും ദൊമ്മ ഇട്ടു. പിന്നെ ദാലിന് ഓട്ടോമാറ്റിക്കലി സുക്കൂന്, പിന്നെ ഐനുണ്ട്, ഉദുഉ. പിന്നെ ലാസ്റ്റ് ലെറ്ററിന് ഉണ്ട് വാവുണ്ട്. നമ്മൾ ആ വാവിനെ ഉച്ചരിക്കൂല, ആ വാവിനെ കളയും. വാവിനെ കളഞ്ഞിട്ടാണ്, ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞിട്ടാണ് അംബ്രഫീൽ ഉണ്ടാക്കുക. ഉദുഉ
ഉദു നീ വിളിക്ക് ഉദു ഉദു അതിന് തൊമ്മട്ടാ സുക്കൂന് കൊടുക്കൂല കേട്ടാ. സാധാരണ ഉന്തുർ ഉക്തൂബ് എന്നൊക്കെ പറയണ പോലെ ലാസ്റ്റ് ലെറ്ററിന് സുക്കൂനല്ല വരിക. മറിച്ച് ഇല്ലത്തിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, ആംബ്രിഫേൽ ഉണ്ടാക്കുക. ആംബ്രിഫേൽ ഉണ്ടാക്കുമ്പോൾ ഇല്ലത്തിൻ്റെ കുറേ റൂൾസ് ഒന്നിച്ച് പറയണ ആർക്ക് മറ്റേ സെക്കൻഡ് ബാച്ചുകാർക്കും തേർഡ് ബാച്ചുകാർക്കും ഒക്കെ. അപ്പോൾ അവർക്ക് ഒന്ന് ദഹിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. മറ്റവരിത് ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നീ വിളിക്കരുത്, നഫി അല്ലേ നഹി പറയുമ്പോൾ ലാ തദ് അല്ലല്ലേ തദ് അതിന് ദൊമ്മ. സാധാരണ ജസ്മാണ് ചെയ്യാറ്. ലാ വന്നു കഴിഞ്ഞാൽ സാധാരണ സുക്കൂനാണ് വരാറ്. പക്ഷേ ഇവിടെയും ജസ്മ് ചെയ്തത് എങ്ങനെയാണ്, ആ ലെറ്ററിനെ കളഞ്ഞിട്ടാണ്. വാവ് അതായത് ലാം കലിമനെ കളഞ്ഞിട്ടാണ് ജസ്മുൻ ചെയ്തത്. ലാത്തതു ഹദ്ഫി ഹർഫിലില്ലല്ലേ അല്ലേ എന്ന് പറഞ്ഞേ, മറ്റവരൊക്കെ ഒന്ന് പറഞ്ഞ. ഫസ്റ്റ് ഇല്ലത്തിന്റെ അക്ഷരം കളഞ്ഞിട്ട് ജസ്മിൻ അലാമത്തു ജസ്മിഹി ഹദ്ഫു ഹർഫിലില്ല, അങ്ങനെയാണോ? മറ്റേതാണെങ്കിൽ മബനിയുൻ അല ഹദ്ഫി ഹർഫിലില്ല അല്ലേ. ഇല്ലത്തിന്റെ അക്ഷരത്തെ കളഞ്ഞിട്ട് കേട്ടോ. ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് വിടുന്നുണ്ട്. കാരണം അപ്പോൾ നാക്കിസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിടാം. കാരണം നിങ്ങൾക്ക് കുറേ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കണമെങ്കിൽ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ മജ്ഹൂലാക്കണത് എല്ലാവർക്കും പുതിയതായിരിക്കും. മജ്ഹൂൽ എപ്പോഴും ഓർത്ത് വെക്കുക. നാക്കിസായ ഫെയിലിൻ്റെ മജ്ഹൂലിൻ്റെ എന്ത് വരണം, നമ്മൾ സാധാരണ മജ്ഹൂലാക്കണ പോലെ ആദ്യത്തേന് ലൊമ്മ കൊടുക്കണം, സെക്കൻഡ് ലെറ്ററിന് കെസ്റ കൊടുത്ത് തേർഡ് ലെറ്റർ യാ കൊടുക്കാം. യാ വേണം. അപ്പോൾ മൂന്നാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ പുതിയതാണ് യാ കൊടുക്കുന്നത്. അത് നാക്കിസിൽ മാത്രം. മുലാരി മജ്ഹൂലാക്കുമ്പോഴും ഇതേപോലെ തന്നെ ഫസ്റ്റത്തെ ലെറ്ററിന് ലൊമ്മ, സെക്കൻഡ് ലെറ്ററിന് ഫതഹ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിന് ഫതഹ, പിന്നെ അലിഫ് മക്സൂറ. ഓക്കെ അല്ലേ? മജ്ഹൂലിൻ്റെ റൂൾ എഴുതി വെച്ചോ. കുറച്ച് അത്ര വലിയ ഓക്കെ ആവില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, ഇപ്പം നമ്മൾ നെസറ ബാബിലെ ഇനി വേറൊന്ന് ജക്ക. ഇതിപ്പോൾ നിങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ എടുക്കണ ഏതാ സൂറത്തു അഹ്ഖാഫിലൊക്കെ കണ്ടിട്ടില്ലേ, അതിലൊക്കെ കണ്ടില്ലേ, ഒക്കെ എല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ്. അത് കാരണം ഞാൻ ഏത് സൂറത്താന്ന് പറയില്ല, നിറയെ ഉണ്ട് കേട്ടോ. ജക്ക കണ്ടിട്ടുണ്ടോ? ജക്ക പരിശുദ്ധി പ്രാപിച്ചു എന്ന് കേട്ടോ. പരിശുദ്ധി പ്രാപിച്ചു. എനിക്ക് അർത്ഥം എഴുതാൻ പറ്റുന്നില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ജക്ക പറഞ്ഞാൽ പരിശുദ്ധി പ്രാപിച്ചു. ജക്ക ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. യസ്കൂ ജക്ക യസ്കൂ, അവൻ പരിശുദ്ധി പ്രാപിക്കുന്നു. ഇനി ഇതിൻ്റെ ഇത് കുറച്ചുണ്ട് അല്ലേ. ഇതിൻ്റെ ഇത് എഴുതിത്തരാം ഞാൻ, മസ്തർ എഴുതിത്തരാം കേട്ടോ. ജക്കാൻ്റെ മസ്തർ എന്തായിരിക്കും? പരിശുദ്ധി പ്രാപിക്കൽ. ജക്കാത്ത് എന്നുള്ളൊരു ജക്കാത്ത് തന്നെയാണ്. ജക്കാത്ത് എന്നുണ്ട്, 2 മസ്തർ ഉണ്ട്. ഇത് മസ്തറാണ് കേട്ടോ. മുലാരി ഞാൻ ഇതേ ഫോർമാറ്റിൽ തന്നെ മുലാരി എഴുതിക്കോട്ടാ. ജക്കാത്ത്, പിന്നെ എന്തായിരുന്നു ഒരെണ്ണം കൂടി ഉണ്ട്, ജക്കാ എന്നും പറയും കേട്ടോ. ജക്കാത്ത് ഇത് 2 മസ്തറാണ് കേട്ടോ ഞാൻ എഴുതി തന്നത്. കാരണം മുലാരിയും ഇതൊക്കെ ഇതേ ഫോർമാറ്റിലാണ് വരിക. നസറ ബാബാണ്. യസ്കൂ ഈ മസ്തർ വ്യത്യാസമുണ്ട്. ഇനി ഒന്ന് ഇസ്മു ഫായിൽ പറഞ്ഞു നോക്കിയേ. ഇസ്മു ഫായിൽ എങ്ങനെ വരിക? സക്കിയൂൻ ഉണ്ട് ഒന്ന്. വേറൊന്ന് ഈ ഫോർമാറ്റിലൊന്ന് പറഞ്ഞേ. 2 ഇസ്മു ഫായിലുണ്ട്. ഇതിന് പറഞ്ഞ ഫോർമാറ്റിലൊന്ന് പറഞ്ഞേ. ഞാൻ ഇപ്പൊ നസ്ര ബാബല്ല എടുക്കണം. ഇതിന് മുന്നത്തെ പറഞ്ഞ പോലെ ഉണ്ട് പറഞ്ഞോ. ജാക്കിൻ ഇവിടെ കണ്ടോ? ജാക്കിൻ ഇസ്മു ഫായിൽ കണ്ടോ? ഈ ഫോർമാറ്റിൽ തന്നെ പറഞ്ഞ ജാക്കിൻ. ഇനി ഇതിന്റെ അമ്രുഫേല് പറഞ്ഞേ. ഇതിൽ നോക്കി പറയും. നിങ്ങൾ വല്ലയിടത്ത് നോക്കണ്ട, ഇതിൽ നോക്കി പറയും. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ഉസ്കു അതേപോലെ പറ. ഉസ്കു. ഇനി ചെയ്യരുത്, നീ പരിശുദ്ധി പ്രാപിക്കരുത്. ഓക്കെ, ഇനി ഇതിന്റെ മജ്ഹൂല് പറഞ്ഞേ. മജ്ഹൂൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. മജ്ഹൂൽ ഇല്ല ഇതിന്. ശരിക്കും മജ്ഹൂൽ ഇല്ല കേട്ടോ. ജക്കാൽ ലാസിമാണ് കേട്ടോ. മജ്ഹൂൽ ഇല്ല, എന്നാലും ഇങ്ങനെയാണെന്ന് സുഖിയ എഴുതിയോ കണ്ട. കാരണം ഇതിന് മജ്ഹൂൽ ഇല്ല. ഓക്കെ,
മജ്ഹൂലില്ല. ശരി കേട്ടാ. ഇനി ഇനി നമ്മൾ ഏതാ ഏയ് വരുന്നത്? നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ? കുറേ പഠിച്ചില്ലേ? ഷക്ക ഷക്ക. ഷക്ക അല്ലേ? ഷക്ക ഷക്ക. ഈ ഷക്ക അല്ലേ? ഷക്ക ആവലാതി പറഞ്ഞു. ഷക്ക അല്ലേ? ഷക്ക കംപ്ലൈന്റ് ഹി കംപ്ലൈൻറ്റ്. അവൻ ആവലാതി പറഞ്ഞു. ഇതേപോലെ തന്നെ ഷക്ക. എനിക്കിതിൻ്റെ ഇതറിയാം. ശരി, എനിക്ക് മനസ്സിലായി. ഷക്ക. ഇനി പറഞ്ഞേ, മുലാരി പറഞ്ഞേ. യഷ്കു. ഷിക്കായത്ത് എന്നുകൊണ്ടാണ് കേട്ടോ കംപ്ലൈൻറ്റ് പറയാ എന്ന് തോന്നുന്നുണ്ട്. ഹിന്ദിയിലൊക്കെ ഷിക്കായത്ത് എന്ന് കേൾക്കാറില്ലേ? കംപ്ലൈൻറ്റ് ഹിന്ദിയിലൊക്കെ, ഉറുദുവിലൊക്കെ ഷിക്കായത്ത്. അതിനെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പറയാണ്. പിന്നെ കംപ്ലൈൻറ്റ് പറയുന്നവൻ ആരാ? ഷാക്കിൻ. ഷാക്കിൻ അല്ലേ? ഷാക്കിൻ. ഇനി നീ കംപ്ലൈൻറ്റ് പറയും. ഉഷ്കു അല്ലേ? ഇത് ഷക്ക യഷ്കു അല്ലേ? അതല്ലേ ഉഷ്കു അല്ലേ വരേണ്ടത്? നസറ ബാബൽ അല്ല, നസറ ബാബല, നസറ യൻസുറു. ഉഷ്കു അല്ലേ വരേണ്ടത്? ഉഷ്കു. ഉഷ്കു ലാ തഷ്കു. ഇനി ഷുക്കിയ യുഷ്ക. അങ്ങനെ അത് നോക്കുക കേട്ടാ. ഇനി ഏതാ അടുത്തത്? മഹ. മഹ മായിച്ചു അല്ലേ? മഹ മായിച്ചു. മഹ അവൻ ഇറേസ്. ഹി ഇറേസ്ഡ് കേട്ടോ. അവൻ മായ്ച്ചു. മഹ യംഹു. പിന്നെ ഇത് അറിയില്ല കേട്ടോ. മസ്തർ നമ്മൾ പഠിക്കണം. ഏതാന്ന് നോക്കണം. അന്ന് റൂൾ പെൻസിലിന്റെ പേരും മറ്റേ ഇറൈസറിന്റെ പേരും പറഞ്ഞു ടീച്ചർ. അത് എനിക്ക് ഓർമ്മയില്ല. എന്തോ റൂൾഡ് പെൻസിലാ ഇത്? കടലാസ്. കലമുർ റസാസി. കടലാസ് പെൻസിൽ നമ്മൾ പറയില്ലേ? കലമുർ റസാസി എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ. കുട്ടികളൊക്കെ റബ്ബറിന് എന്താ പറയാ? ഏതാണ്? അങ്ങനത്തെ ഒരു വാക്കാണ്. നോക്കാം ഇൻഷാ അല്ലാ. ഇറേസർ. ഇതിൽ നോക്കിയാൽ കിട്ടുമല്ലോ. ഇറേസർ 2-3 വാക്കുണ്ട്. കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അറബിക്ക് നോക്കിയാൽ കിട്ടും. ഇറേസർ അറബിക്ക്. മുഷ്തല്ല. മിഫ്ഹാത്ത് ഉണ്ട്. മാഹിയ എന്നുള്ളൊരു വാക്കുണ്ട്. ഇതിൽ നിന്നുള്ളൊരു മാഹിയ ഉണ്ട് കേട്ടാ. പക്ഷെ അതല്ല കൂടുതൽ ഉപയോഗിക്കുക. മിംഹാത്താണ് കൂടുതൽ ഉപയോഗിക്കാറ്. മിംഹാത്ത്. മാഹിയത്ത് ഉണ്ട്. മാഹി ഉണ്ട്. അപ്പം മായ്ക്കുന്നവൻ ആരാ? മാഹിൻ. അതിൽ നിന്നൊരു മാഹി ഉണ്ട്. മാഹിൻ മായ്ക്കുന്നവൻ. മറ്റേ മാഹിൻ എന്ന് പറഞ്ഞാൽ ഈ ഹായാണ് കേട്ടോ. ഓക്കെ, മാഹിൻ. പിന്നെ ഉംഹു ലാ തംഹു. പിന്നെ മുഹിയ യുംഹ. ഇതേപോലെ ഉണ്ടാക്കുക കേട്ടോ. മഹ. പിന്നെ അടുത്തത് അഫ നമ്മളെ ഖുർആനിലൊക്കെ വന്ന വാക്കാണ് കേട്ടോ. അഫ പുറത്തു നൽകി, മാപ്പു നൽകി. അഫ. അത് ഈ നാക്കിസായിട്ടൊരു ബന്ധമില്ലാന്ന് തോന്നുന്നുണ്ട്. ഖാഫല്ലേ ലാസ്റ്റ് വന്നിക്കണം. ഓക്കെ, ശരി. ഇതില് ശരി. അപ്പൊ നിന്റേത് മായ്ച്ചു കളയുന്നതാണോ? ആയത്ത് നമ്പർ പറഞ്ഞാൽ നോക്കാം കേട്ടാ. അഫ എന്ന് പറഞ്ഞാല് പുറത്തു നൽകി, മാപ്പ് നൽകി. അഫ യഅഫു. പിന്നെ മസ്തർ നോക്കേണ്ട വരും. ഇതിന്റെ മസ്തർ ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് അഫ യഅഫു ഉഅഫു. നീ പുറത്തു നൽകു. ആഫിൻ പുറത്തു നൽകുന്നവൻ. അഫുവ് കേട്ടാ. അഫുവാണ് പുറത്ത് നൽകൽ. നമുക്കറിയാലോ അഫുവ്. നമ്മൾ അറിയുന്ന ഒരു വാക്കാണ് അഫ. ഇനി ഏതാ? ഇനി ഓർമ്മണ്ട. ഒരെണ്ണം ഞാൻ ഇട്ടുതരാം. അധികം പറയാത്ത ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞുതരാം. ധന കേട്ടിട്ടുണ്ടോ? ധന അടുത്തു എന്നുള്ള. സുമ്മ ധന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന. സൂറത്തുൻ നജ്മിലുണ്ട്. ധന അടുത്തു. ഹി അപ്രോച്ച്ഡ്. അവൻ അടുത്തു. ധന യദുനു. പിന്നെ യദുനു ദാനിൻ അടുക്കുന്നവൻ. ഉദുനു
ലാ ടീച്ചർ ഈ ഒതുന്നു. മാഹേന്ന് വരുന്നത് മുഹ്കമാത്തു എന്നുള്ളത് മുഹ്കമാത്തുൻ മുഹ്കമത്ത് അല്ല അല്ല അല്ലേ സൂറത്തു റഹ്മാനിലുണ്ടല്ലേ വജനൽ ജന്നത്തൈനി ദാൻ, ആ അത് ജന ജന ഇതാണ്. പക്ഷെ ജന എന്നുള്ളത് അവിടെ ഇസ്മായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നോക്കി അത് ഇസ്മായിട്ട് കണ്ടതുകൊണ്ട് എനിക്കത് ഇതില്ല. പിന്നെ അല്ല ജന അത് അത് ഈ ഫത്തഹ ബാബിൽ അല്ല സോറി നസ്ര ബാബിൽ വരില്ല തോന്നുന്നുണ്ട്. ജന യജ്നു കൊണ്ടാണ് നോക്കണം. നജ നജ ഉണ്ടാവൂല ടീച്ചറെ, ആ നജ. നജ് അതൊക്കെ അരിഫ് മക്സൂറല്ലേ കിടക്കണത്. അത് പറയാട്ടാ, അതിൻ്റെ എത്തിയിട്ടില്ല. ഇത് നസ്ര ബാബ നമ്മൾ നോക്കണത് കേട്ടാ. ധന എന്താ ധന അടുത്തു, അപ്രോച്ച്ഡ്. സുമ്മ ധന ഫതദല്ല എന്നൊക്കെ പറയില്ല സൂറത്തിന് 8-ാമത്തെ ആയത്തിലാണ്. ധന യദുനു ദാനിൻ. പിന്നെ ധനാവത്ത് എന്നാണ് അതിൻ്റെ എന്ത് മസ്തർ. പിന്നെ ദാനിൻ ഉദുനു ലാത്തദുനു എന്നൊക്കെ വാവില്ല കേട്ടാ. ലാത്തദുനു ജന ഉണ്ട്. ജന ഏത് ബാബാ എനിക്കറിയില്ല കേട്ടോ, നോക്കേണ്ടി വരും. ജന ഞാൻ ഖുർആനിൽ നോക്കിയപ്പോൾ കണ്ടത് ജന അതിൽ ഇസ്മായിട്ടാണ് വന്നിട്ടുള്ളത്. ഫിഅലായിട്ട് വന്നിട്ട് ഇപ്പം ഇതില്ല. ജന ഏത് ബാബാണെന്ന് നോക്കേണ്ടി വരും. ഞാൻ ആ ബാബ് ഇപ്പം ജന മുലാരിക നോക്കിയാലും അറിയായിരിക്കുള്ളൂ. പെൺകുട്ടികൾക്ക് പേരിട്ടിട്ടേക്കാം. ജന കൊയ്തു എന്നുണ്ടല്ലോ അർത്ഥം. ജന കൊയ്തെടുക്കുക അങ്ങനെ എന്താണ് ജന വജന. ഇത് വരുമോ അഞ്ചാന അഞ്ചാന എന്നൊക്കെയുള്ളത് വരുമോ ടീച്ചറെ? അതെന്താ രക്ഷപ്പെടുത്തുക. അതെയാ അറിയില്ല കേട്ടോ. നജ്ജെന്ന് വന്നത് രക്ഷപ്പെടുത്തുക അല്ലേ. ആ ഓക്കെ ഓക്കെ. അതിന്ന് വന്ന വേർഡാണ് ജന അത് കേട്ടാ. നസ്ര ബാബ സോറി നസ്ര അല്ല ദറബ ബാബാണ്. ഇപ്പം ഇത്രയും പറഞ്ഞത് നമ്മൾ ഏത് ബാബ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് നസ്ര ബാബാണ്. ബാബു നസ്ര ബാബാണ് അല്ലേ. ഇത് നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? ഇനി പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വരുന്നുണ്ട്. നസ്ര ബാബ് ധന. അടുത്തത് ലറബ ബാബ് എടുക്കുക കേട്ടോ. ലറബ യദ്രിബു ഫഅല യഫ്ഇലു. ലറബ ബാബ് നോക്കാം അല്ലേ. AI അല്ലേ. ഏതാ ലറബ ബാബിലൊന്ന് പറഞ്ഞേ. ജറ. അപ്പം ലറബ ബാബ് എഴുതുമ്പോൾ ഇങ്ങനെ വരിക കേട്ടോ. ജറ കേട്ടിട്ടില്ലേ? ജറ ഒഴുകി. ജറ യജിരി നടന്നു നടന്നു. ഓടി. ശരി അങ്ങനെ വരും കേട്ടോ. ആ സന്ദർഭം അനുസരിച്ച് യജിരി ഇത് എഴുതാം. ജറ യജിരി എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. യജിരി കണ്ടോ. യജിരി എന്താ ഫഅല യഫ്ഇലു യജിരിയു എന്നാണ് വരേണ്ടത്. ഇതുകൊണ്ടാണ് കേട്ടോ യജിരി. പിന്നെ ജറ യജിരി ഇജിരി. അത് മറ്റേ ഹംസത്തുൽ അസ്ലുണ്ടല്ലോ. ഇജിരി ഇജിരി ലാത്തജിരി തജിരി ഒക്കെ ഇല്ലത്തിൻ്റെ അക്ഷരത്തിനെ കളയാണ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ ജറയാൻ എന്നാണ് കേട്ടോ ഇതിൻ്റെ ജറയാൻ. ജെറിയാൻ അല്ലേ. ജെറിയാൻ എന്നാണ് തോന്നുന്നുണ്ട്. എന്ത് ഒഴുകൽ നടത്തം എന്നൊക്കെ പറയുന്ന രീതിയിൽ ജെറിയാൻ. ഞാൻ ഖുർആനിക്ക് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. മറ്റേതിൽ പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇതിലാണ് പറയാറ് കേട്ടോ. അപ്പോൾ അവിടെ നടന്നു എന്നൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് അറിയാലോ ജാരിൻ. അതിൻ്റെ ഇസ്മു ഫാഇൽ പറഞ്ഞില്ല അല്ലേ. ജാരിൻ കേട്ടോ. ജാരിൻ ജറ. ഇനി ഏതാ ഈ ബാബിൽ വരുന്നത്? വേറെ ജറ അല്ലാതെ മഷ എന്ന് പറഞ്ഞാൽ നടന്നു കേട്ടോ. മഷ. അപ്പം ഇതേപോലെ തന്നെ കേട്ടോ. മഷ യംഷി ഇംഷി ലാതംഷി. മസ്തർ എനിക്ക് സംശയമുണ്ട്. മാഷിൻ നടക്കുന്നവൻ കേട്ടോ. മാഷിൻ. ഇനി ഏതാ? ബക്ക അല്ലേ. ഏതാ ബക്ക?
ക്യാഫ് അല്ലേ കാപ്പ് ആ ബക്ക ബാക്കിയായി അല്ലേ, അതല്ലേ ബാക്കിയായി എന്നുള്ള ബക്ക അല്ലേ, ബക്ക അത് യബക്കി. ആ ബക്ക കറക്റ്റ് അല്ലേ, ബക്ക ബക്ക എന്ന് പറഞ്ഞാൽ ബാക്കിയായി അല്ലേ, ബക്ക. അല്ല ടീച്ചർ ബക്കാന്റേത് നല്ല വരിക അല്ല മറ്റേ എബിക്കി. ബക്ക ആവൂലേ, ബക്കായി എബിക്കിയ ബക്ക എബിക്കിയാണ്. കാഫിന്റേതല്ല യബക്കി വരിക. ഇബുക്ക റബ്ബിക്കതുൽ ജലാലി വൽ കാപ്പന്നെ ഇക്റാം. പറഞ്ഞു. എല്ലാവരും ഒന്ന് സൈലൻ്റ് ആയിട്ട് കേട്ടാ. ബക്ക ബക്ക എവിടെയായിരുന്നു, ബക്ക അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ആ ഒരു മിനിറ്റ്, ബക്ക എബക്കയാണ് കേട്ടാ, ശരിയാണ്, കറക്റ്റാണ് കേട്ടോ, പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. ബക്ക ബക്കല്ല ബക്കിയാണ്, ബക്കി അത് സെമിയ ബാബാണ് കേട്ടോ. ടീച്ചറെ മറ്റേ കാപ്പില്ലേ, മറ്റേ കാപ്പല്ലേ ബക്ക, ഞങ്ങള് പറഞ്ഞത് കാപ്പാണ് പറഞ്ഞത്, കാപ്പൽ ഹെവി ലെറ്റർ അല്ല. ബക്ക കരഞ്ഞു അല്ലേ, ആ കരഞ്ഞു എന്നുള്ളതല്ലേ ബക്ക, ആ ബക്കയല്ലേ. ആ ബക്കയാണ് വറബാബിൽ വരുന്നത്. ശരി, അത് നമ്മ പഠിച്ചതാണ് എബിക്കിയല്ലേ അത്. ആ എബുക്കി, ആ ഈ ബക്ക എബുക്കിയാണ് ശരി കേട്ടാ. ബക്ക ബക്ക എബുക്കി, ആ അത് കറക്റ്റ്. ഞാൻ മറ്റേതാന്ന് വിചാരിച്ചിട്ടാണ്. ബക്ക എബുക്കി ഇബുക്കി ലാത്ത എബുക്കി, പിന്നെ ബാക്കിൻ കരയുന്നവൻ, ബാക്കിൻ ബക്ക കേട്ടാ, കരഞ്ഞു ട്ടാ, ഹി ക്രൈഡ് കരഞ്ഞു. ബക്ക. ഇനി ഏതാ, ജസ ഉണ്ട്, ജസ 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 നമ്മൾ സാധാരണ ജസ ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടാ. ജസ ജസ എന്തുട്ടാ, ജസ നമ്മളെ ജസ ഉപകാരം ചെയ്തു പ്രതിഫലം നൽകി. പ്രതിഫലം. രണ്ട് രീതിയിലും പറയാം, ഉപകാരം ചെയ്തു അവൻ ഉപകാരം ചെയ്തു, അവൻ പ്രതിഫലം നൽകി എന്നൊക്കെ. ജസ യജ്സി ഇജ്സി ലാത ജ്സി ജാസിൻ ജാസിൻ, പിന്നെ മജ്സിയുൻ അതിൻ്റെ ഇത് മസ്ദർ ജസാ, നമ്മൾ പറയില്ല ജസാക്കല്ലാഹു ഖൈറൻ ജസാ, ഇത് നമ്മൾ അധികം ഉപയോഗിക്കാറുള്ളത് ജസാക്കല്ല, ഫിഅൽ മാളി ഉപയോഗിക്കാറുണ്ട് നമ്മൾ അല്ലേ, ജസാ പ്രതിഫലം, അതാണ് മസ്ദർ കേട്ടാ. മജ്സിയുൻ അതിൻ്റെ മഫൂലിൻ്റെ രൂപം. പിന്നെ ഇത് അമ്ര മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ, എങ്ങനെ ഉണ്ടാക്കും, നടക്കപ്പെട്ടു എന്നെങ്ങനെ പറയാ, മുഅ്ജിസ്. നടക്കപ്പെട്ടു. അല്ലെങ്കിൽ ജസ് ആണെങ്കിൽ ജുസിയ യുജുസ ജുസിയ യുജുസ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കണം കേട്ടാ. ജുസിയ യുജുസ, ഇത് ജസ പറഞ്ഞു. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്, ഐ ഖല ഖല വഖല റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ആ ഖല ഖല പറഞ്ഞുതരാം കേട്ടോ. ഖല ഷോ ഖല ശരി, ഖല എന്ന് പറഞ്ഞാൽ വിധിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരും. ഖല യഖ്ലി ഇഖ്ലി ഖാലിൻ മഖ്ലിയുൻ, ഖലാ ആണ് അതിൻ്റെ മസ്ദർ കേട്ടോ, വിധിക്കൽ. ഖാലിൻ വിധിക്കുന്നവൻ, മഖ്ലിയുൻ വിധിക്കപ്പെട്ടവൻ, ഖലാ വിധി, ഇഖ്ലി നീ വിധിക്ക്, ലാ തഖ്ലി നീ വിധിക്കരുത്, ഖലാ യഖ്ലി. ഇനി ഒരു ഫേലും കൂടി, ഹവ ഹവ കേട്ടിട്ട്, ഹവ എന്ന് പറഞ്ഞാൽ ഹവക്ക് കുറേ അർത്ഥം ഉണ്ട്, ഞാൻ നോക്കി. അസ്തമിച്ചു എന്നർത്ഥം വരും. ടീച്ചറെ ദറ കേട്ടിട്ട്, ഏതാ ദറ, ഈ ഫെയിലിൽ വരുമോ, ദറബയിൽ വരുമോ, യദിരീന്നാണ് അതിന്റെ ഏതിലാ വരുന്നത്, ഭാര്യ വരുന്നത്. ഞാനിപ്പോ വെറുതെ എങ്ങനെ നോക്കിയപ്പോ കിട്ടിയത് എനിക്ക്. നോ അണ്ടർസ്റ്റാൻഡ് എന്നാണ് മീനിങ് കൊടുക്കണത്. അണ്ടർസ്റ്റാൻഡ് ഖുറാനിലൊക്കെ ഉണ്ടാ, അറിയില്ല ഖുറാനിലുണ്ടടാ. ആ ഇത് നോക്കട്ടെ. ഇത് നോക്ക്, ഹവ എന്ന് പറയുന്നത് ഗോസ് ഡൗൺ, അസ്തമിച്ചു എന്നൊക്കെയുള്ള അർത്ഥം. ഹവ യഹ്വി ഇഹ്വി ഹാവിൻ, പിന്നെ ഹവാ എന്നല്ലെങ്കിൽ ഹവിയു എന്നുള്ള, അസ്തമിച്ചു ഗെറ്റ് ഡൗൺ. വന്നജ്മി ഇതാ ഹവ, സൂറത്തുൽ നജ്മിന്റെ തുടക്കത്തിലുള്ളത് ഹവ ട്ടാ. ഓക്കെ ഹവ ട്ടാ, വന്നജ്മി ഇതാ ഹവ. പിന്നെ വേറെ സന്ദർഭത്തിനനുസരിച്ച് ഹവക്ക് വേറെ വ്യത്യാസം വരും കേട്ടാ. ഇപ്പം ഞാനിത് ഇനി ഗോവ ഉണ്ട് കേട്ടോ, ഗോവ ദുർമാർഗിയായി, ഗോവ ഗോവ ഗവ എന്ന് പറഞ്ഞാൽ ദുർമാർഗിയായി, ഗവ യഗ്വി ഇഗ്വി ഗാവിൻ മഗ്വിയുൻ, ഗവ സൂറത്തുൽ നജ്മിൽ തന്നെ, വന്നജ്മി ഇദാ ഹവ മാ ളല്ല സാഹിബുകും ഞാൻ പറഞ്ഞ ദറയുണ്ട്, ദിറാസത്തിഹിം എന്നുള്ളതുണ്ട്, ഞാൻ അദ്റാക്കും
മിതറാറെന്നൊക്കെ ഉള്ള വരുന്നുണ്ട് ദറ ഖുറാനിലെ വെച്ചിട്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഖുറാനിൽ അത് പറയണമെങ്കിൽ നോക്കാം. ഇത് ഗവ സൂറത്ത് നജ്മിന്റെ 2-ാമത്തെ ആയത്തിൽ കേട്ടാ. ഗവ ഗവ യഗ്വി ഇഗ്വി ഇതിന്റെ റാവി അർത്ഥം എന്താ മഗ്വിയുൻ അങ്ങനെ നോക്കുക കേട്ടാ. മജ്ഹൂൽ ഉണ്ടാക്കുമ്പോൾ എന്താ ഞാൻ അർത്ഥം ആദ്യമേ പറഞ്ഞേ? പറഞ്ഞിരുന്നു. എങ്ങനെ അർത്ഥം എന്താ പറഞ്ഞേ? ദുർമാർഗിയായി ദുർമാർഗിയായി അല്ലെങ്കിൽ അതെ അതെ ദുർമാർഗി എന്ന് തന്നെ വഴി തെറ്റി എന്നൊക്കെ പറയാം. ഏതെല്ലാം നമ്മുടെ നജ്മിന്റെ 2-ാമത്തെ ആയത്ത് നോക്കി നോക്കിട്ടാ. മാലല്ല സാഹിബുക്കും ദുർമാർഗിയായിട്ടില്ല, വഴി തെറ്റിയിട്ടില്ല നിന്റെ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. മാതല്ല സാഹിബുക്കും വമാകവ. നോക്കി നോക്കട്ടെ നിങ്ങൾ ഒഴിവുള്ളപ്പോൾ നോക്കട്ടെ. ഹദ 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 അറിയാലോ അല്ലേ, ഹിദായത്തിലായി, അവൻ ഹിദായത്തിലായി. ഹദ ഹദ യഹ്ദി. ടീച്ചറെ ഈ ഞാൻ പറഞ്ഞില്ലേ ദറ നമ്മൾ പഠിച്ചിട്ടില്ലേ ലാതിരി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന്റെ ഇതാണ് അല്ലേ ദറ. ആ ഖുറാനിൽ ഉണ്ടാ അത് ദറ മാത്രമായിട്ട് കിടക്കുന്നുണ്ടോ? മറ്റേ ദറയുടെ വേറെ യുദിരീക്ക എന്നൊക്കെ വന്നിട്ടുണ്ട്. തതിരി അതിരി ഉണ്ട്, ഏതോ സൂറയിലുണ്ട്. അതിരി അഫ്അല ഫോർമാറ്റിലായതുകൊണ്ട് അത് അഫ്അല ഫോർമാറ്റ് ആണ് അല്ലേ, ഒരക്ഷരം കൂടിയത്. ഹദ യഹ്ദി ഇഹ്ദി ഇതാണ് നമ്മൾ പറഞ്ഞത്. സൂറത്ത് അംബിയായില് 111 വൈനതിരി അതിരി അതിരി വേണ്ട, അതിരി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതില് ഹദ യഹ്ദി ഇഹ്ദി ഹാദിൻ മഹദിയുൻ അറിയാലോ. ഹദ എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിലായി, യഹ്ദി നേർമാർഗത്തിലാക്കുന്നു, ഇഹ്ദി നീ നേർമാർഗത്തിലാക്ക്, ഹാദി നേർമാർഗത്തിലാക്കുന്നവൻ, മഹദിയുൻ അത് കേട്ടാ. ഹദ ഹദ അപ്പം അത്ര മതി അല്ലേ ഹദ. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? നീ സെമിയ ബാബു നോക്കാം കേട്ടോ. ബാബു സെമിയ യസ്മവു അവിടെയാണ്. ബക്ക ബക്ക പറഞ്ഞാൽ എന്താ? അവശേഷിച്ചു അല്ലേ. ബക്ക 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 ബക്കല്ല എന്തായിരുന്നു? ബക്കല്ലല്ലോ, ബക്കിയ അല്ല അല്ല സെമിയ അല്ല ബക്കിയ ബക്കിയ ട്ടാ. സെമിയ ബക്കിയ സെമിയ ബാബാണ്. ബക്കിയ ബക്കിയ യബ്ക യബ്ക ബക്കിയ സെമിയ യസ്മഉൽ യബ്ക ബക്കിയ യബ്ക യബ്ക. പിന്നെന്താ വരിക? ബക്കിയ യബ്ക ഇതിൽ കൊടുത്തിട്ടുണ്ട് സെമിയ ബാബ്. ബാക്കി എന്തൊരു വാക്ക് കൂടി ഉണ്ട് കേട്ടാ, റമ ഉണ്ട് കേട്ടാ. ആ റമയും കൂടി നിങ്ങൾ ഇതിൽ കൊടുത്തുള്ള വാക്ക് റമയാണ് കേട്ടാ. എറിഞ്ഞു കേട്ടാ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റമ എർമി ഏതിലാ? ലറബയിലാണ് വരുന്നത് അല്ലേ. ബക്ക ഒരു മിനിറ്റ് ഇത് കംപ്ലീറ്റ് ആയിട്ടാ. യബ്ക ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ബക്ക യബ്ക. പിന്നെ എന്തായിരുന്നു? ഇബ്കി ഇബ്കി നീ എറി. ഇബ്കി നീ എറിയരുതെന്ന് എങ്ങനെ പറയാം? ലാ തബ്കി. ലാ തബ്കി നീ എറിയല്ല ടാഫുവൻ അല്ലാ ബാക്കിയാക്കല്ലേ എന്നാണ് കേട്ടോ. ശരി ട്ടാ, ജസാക്കുമുല്ലാഹ് ഹൈറൻ. ബക്കാ ആണ് അതിൻ്റെ എന്ത്? മസ്തർ കേട്ടാ. ബക്കാ ബാക്കിയാക്കൽ. ബക്കാ നിങ്ങൾ മസ്തറൊക്കെ ഞാൻ എഴുതുമ്പോൾ അപ്പോൾ എഴുതിപ്പോയിക്കോട്ടാ. ബക്കാ മസ്തർ കേട്ടാ. ബക്കാ. ഇനി അതിൻ്റെ ബാക്കിയാക്കുന്നവനാരാ? ബാക്കിൻ. അത് ഫയൽ നല്ല എളുപ്പമാണ്. ബാക്കിൻ ഒറ്റ ഫോർമാറ്റേ ഉള്ളൂ, ഒറ്റ വസനിലേ വരുന്നുള്ളൂ. ബാക്കിൻ ബാക്കിയാക്കുന്നവൻ അല്ലേ. ബാക്കിയാക്കൽ മസ്തർ. ബക്ക ഇതില് ബക്ക. ഇനി ഇതിൽ വരുന്നത് ഏത് പറഞ്ഞ റമ അല്ലേ? എന്തിപ്പോ ഒരെണ്ണം പറഞ്ഞത്? നസിയ അല്ലെ, മറന്നു. നസിയ എന്ന് പറഞ്ഞാല് അവൻ മറന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾ നോക്കട്ടെ. നസിയ യൻസ ഇൻസി ലാതൻസി. പിന്നെ അതിന്റെ നസിയാൻ എന്തുകൊണ്ടാണ് അതിന്റെ നാസിൻ നാസിൻ മറക്കുന്നവൻ. നസിയ നസിയ. പിന്നെ ഏതായിരുന്നു അടുത്തത്? വേറെ ഒന്നുകൂടി പറഞ്ഞത് ഹഷിയ. ഭയപ്പെട്ടു. ഹഷിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു കേട്ടാ. ഹഷിയ. പിന്നെ അതുപോലെ റദിയ തൃപ്തിപ്പെട്ടു. റദിയ തൃപ്തിപ്പെട്ടു. അത് ഇതേപോലെ തന്നെ റലിയ ഇർദ ഇർലി ലാ തർലി. റിളാ ആണ് തൃപ്തിപ്പെടൽ. റാലിൻ തൃപ്തിപ്പെട്ടവൻ. മർലിയുൻ തൃപ്തിപ്പെടുന്നവൻ. അതിന്റെ
രണ്ട് മസ്തർ ഉണ്ട്, റലിയുണ്ട് റിദ്വാനും ഉണ്ട്. അല്ല റലീനും റീലയും റിദ്വാനും ഇതിൻ്റെ മസ്തർ റലിയൻ്റെ. പിന്നെ ലക്കിയ ലക്കിയ ഏതാണ് ലക്കിയെ കണ്ടുമുട്ടേ ലക്കിയ ഹീമറ്റ് ലാമല്ലേ? ലാല ആ ഒന്ന് അർത്ഥം പറഞ്ഞേ. ലാക്കിയ കണ്ടുമുട്ടൽ ഹീമറ്റ് മീറ്റ് ചെയ്തോ? ഒന്ന് അർത്ഥം പറയും, ക്ലിയർ ആയിട്ട് പറയാം. ഹീമറ്റ് മെറ്റ് ഹീമറ്റ് അവൻ കണ്ടുമുട്ടി. കണ്ടു- ലഖിയ ട്ടാ. അപ്പൊ ലഖിയ കണ്ടുമുട്ടി. യൽഖാ ഇൽഖി ലാ തൽഖി ലിഖാ കണ്ടുമുട്ടൽ. ലാഖിൻ കണ്ടുമുട്ടുന്നത്. അല്ല ടീച്ചറെ അമർ വരുമ്പോ ഇൽക്ക എന്നല്ലേ വരിക? ഇൽക്ക ഫത്തഹയില് ആ യെസ് കേട്ടോ. അതുപോലെ നേരത്തേലൊക്കെ അതെ ഇൻസ ഒക്കെ വരിക. അപ്പോൾ ഫത്തഹ ഈ ഫോർമാറ്റിൽ ഇട്ടോ. ശരിയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇബ്ക ഇൽക്ക ശരിയാണ് കേട്ടോ. ഇൽക്ക ലഖിയ റളിയ ഫത്തഹ. ഇനി ഏതാ? ഖശിയ പറഞ്ഞില്ലേ? ഖശിയ കേട്ടിട്ടോ? ഖശിയ പൊതിഞ്ഞു, അത് ഇതിൽ വരും. ഖശിയ 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 എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു എന്ന് പറയട്ടെ. ഖശിയ യഗ്ഷ ഇഗ്ഷ ഖാഷിൻ മഖഷിയുൻ. സൂറത്തുൽ ലൈലിൻ്റെ വല്ലയിൽ ഇതാ യഗ്ഷ പൊതിഞ്ഞു. അത് വരുമോ ടീച്ചറെ? ഖാഷിയ ഇതാണോ അറിയില്ല കേട്ടോ, നോക്കേണ്ടി വരും. പിന്നെ മഖഷിയുൻ അതായിരിക്കും. ഇനി ഏതായിരുന്നു? കഴിഞ്ഞു അല്ലേ? അത് ഏകദേശം ഒക്കെ അത്രയൊക്കെ മതി അല്ലേ? ഇവിടെ ഒരു ഫത്തഹ ഉണ്ട് അല്ലേ? ഇതിന്റെയൊക്കെ റെക്കോർഡിംഗ് ഉണ്ടാവോ ടീച്ചറെ? ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയൊരു ഇടണം അല്ലേ, മറ്റേ ഫത്തഹ ബാബ്. അതില് മെയിനായിട്ട് ഏതാ നമ്മൾ പറയാറ് ഫത്തഹ ബാബില്? റ എടുക്കണ്ട, റ എടുക്കല്ലേ, വേറെ എടുക്ക്. സക്ക് കൊറേ അർത്ഥം ഉണ്ട് കേട്ടാ. ഞാൻ സ നോക്കിട്ട് എനിക്കത് പരിശ്രമിച്ചു. നെഹണ്ട് സ എന്നുള്ളത് ഞാൻ കുറേ സൂറത്തിൽ നോക്കിയപ്പോൾ കുറേ സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കി എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. പിന്നെ പരിശ്രമിച്ചു, പിന്നെ ഓടിയുന്നുണ്ട്. നമ്മുടെ ഇതിലൊക്കെ നമ്മുടെ സുഹൃത്ത് ത്വാഹയിൽ മൂസാ നബി പാമ്പിനെ താഴ്ത്തിടുമ്പോൾ അവിടെ എന്ന് കുറേ ആ ഭാഗത്തൊക്കെ ആ 20 ആ ഭാഗത്തൊക്കെ 20ാമത്തെ ആയത്തുകളിലൊക്കെ ഓടി എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. പിന്നെ പരിശ്രമിച്ചു എന്നുണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കി എന്ന് കാണുന്നുണ്ട് ഇതിനർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾ സന്ദർഭം അനുസരിച്ചിട്ട് അർത്ഥം എഴുതി വെച്ചോളൂ കേട്ടോ. ഇത് ഫത്തഹ ബാബ അല്ലേ? സ എന്തായിരുന്നു അതിൻ്റെ മുലാരി വരുമ്പോൾ? യെസ് കേട്ടോ. പിന്നെ അല്ലെ കെസ്റ അല്ലേ? ശരി, നീ പരിശ്രമിക്ക്. പിന്നെ ഇനി എന്താ? ലാതസ് അല്ലേ? ലാതസ് കറക്റ്റ് അല്ലേ? ലാതസ് ഫത്തഹ. ഇനി പരിശ്രമിക്കുന്നവൻ സായിൻ. കറക്റ്റ് ആയില്ലേ? സായിൻ. അക്ഷരത്തെറ്റ് വരുമ്പോൾ ഒന്ന് പറയാൻ കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിടും. സായിൻ പരിശ്രമിക്കുന്നവൻ. ഇതിൻ്റെ പിന്നെ ഇത് സഇ കേട്ടോ, ഇതിൻ്റെ മസ്തർ കേട്ടോ. സഇ. ഇനി ഏതാ പറഞ്ഞത്? അടുത്ത ഫീല് ഇതിൻ്റെ ഇതേപോലത്തത്. ഇത് അങ്ങനെ നിങ്ങളത് മജ്ഹൂൽ ഉണ്ടാക്കണം കേട്ടോ. മജ്ഹൂലിൻ്റെ ഫോർമാറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആ ഫോർമാറ്റ് അങ്ങോട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഏതായിരുന്നു പറഞ്ഞത്? നഹ അല്ലേ? നഹ വിരോധിച്ചു എന്നുള്ളത് അല്ലേ? നഹ വിരോധിച്ചു. നഹ യൻഹ ഇൻഹ ലാ തൻഹ നാഹി. പിന്നെ അംറ് അല്ല മസ്തർ അറിയില്ല കേട്ടോ. നഹ നോക്കേണ്ടി വരും. നഹ. പിന്നെ ഏതാ അടുത്തത്? പിന്നെ എനിക്കറിയുന്നത് പറയുമ്പോഴേ പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു ധൈര്യമില്ല. പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ
പറഞ്ഞു തരാം. ശരി, തക ഉണ്ട് കേട്ടോ. തക തക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. തക ഖുറാനിലൊക്കെ വന്നൊരു വാക്കാണ്. ആ അതെ, അഗ്രസീവ്, എന്താ പറയുക, ട്രാൻസ്ഗ്രസർ, എന്താ പറയുക, അതിര് കടന്നു. യെസ്, തക തക യതുക ഇതുക ലാ തതുക താഗീൻ. പിന്നെ മസ്തർ, എന്താ പറയുക, മസ്തർ താഗീൻ എന്നാന്ന് തോന്നുന്നുണ്ട്. മസ്തർ വരും, താഗീൻ, അതിര് കടന്നു. കുറേ സ്ഥലത്ത് ഖുർആനിലൊക്കെ വന്ന വാക്കാണ് കേട്ടോ തക. ഇനി ഇതിൽ വരുന്ന ഒന്നാണ്, അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. റ അ, ഇതിൽ വരുന്ന ഒന്നാണ് നഹ സ. പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഈ ബാബിൽ? ആരെങ്കിലും ഒന്ന് ലിങ്ക് ഇടണം കേട്ടോ ഗ്രൂപ്പിൽ. വേറെ എന്തെങ്കിലും ടീച്ചറെ രണ്ടെണ്ണം തന്നിട്ടുള്ളൂ. അത്ര തന്നിട്ടുള്ളൂ അല്ലേ? ഞാൻ നോക്കിയൂല, ഞാൻ കുറച്ചുകൂടി സെർച്ച് ചെയ്താൽ കിട്ടിയായിരുന്നു. ഞാനത് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ അത്ര ഓർമ്മയുണ്ടായില്ല. ഇനി ഓക്കെ, ശരി കേട്ടോ. ഇനി നമ്മൾ റയും ഇതിലാണ് വരിക. പക്ഷേ റക്ക് നമ്മൾ പ്രത്യേകം ഒരു പരിഗണന കൊടുക്കണം. റ പഠിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. റ എവിടെ? റ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടു. ഇതേ ബാബിലാണ് വരിക. റ യറ. അപ്പം മുലാരിയിൽ വരുമ്പോൾ ഇതിൻ്റെ റൂള് മാറി. മറ്റേതുപോലെ അല്ല. സ ആ യെസ് ആ പോലെയല്ല. യെസ് ആ പോലെയല്ല ഇത് വരിക. കാരണം ഇതേ ബാബിലാണെങ്കിലും റഅൻ്റെ റ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടു. അവൻ കാണുന്നു എന്ന് പറയുമ്പോൾ യർ ആ എന്നല്ല വരിക, മറിച്ച് യറ എന്നാണ് വരിക. കാരണം യറ കറക്റ്റായില്ലേ? യറ ഇതിലെന്താ പറയുന്നത്? ഐൻ കലിമയെ കളയും. ഇവിടെ മുലാരിയിലെ റഅക്ക് മാത്രം ഐൻ കലിമയെ കളയും. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റഅൻ്റെ മാത്രം പ്രത്യേകതയാണ്. റഅ എന്ന ഫിഅല് മുലാരിയിൽ വരുമ്പോൾ ഐൻ കലിമയെ കളയും. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ അറിയില്ല. ചില ഇതിലൊക്കെ കാണുന്നത് റഅ കൂടുതൽ ഉപയോഗിക്കുന്ന ഫിഅലായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഹദഫ് ചെയ്ത് ലോപിച്ച് പോയതാന്നൊക്കെ പറഞ്ഞു എവിടെയോ ഞാൻ കേട്ടു. എനിക്കതിന് കൃത്യമായിട്ട് പ്രൂഫില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ എന്തിലോ കേട്ടു കേട്ടോ. ഇനി യറ. അപ്പൊ റഅ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുതരാം. എങ്ങനെയാണെന്നറിയോ? അറബികള് അവരുടെ ഭാഷ സംസാരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കളയുന്നു. ആ ഓക്കെ, ശരി. അങ്ങനെയാണ് ഇറക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലും കണ്ടു. ഖിയാസി ആണ്. പിന്നെ സമായി, മറ്റേത് സമായി. ചിലത് റൂൾഡ് ആണ്, ഒരു കായികകൾ ഉള്ളതുണ്ട്. ഇപ്പം മൂന്നക്ഷരമുള്ള ക്രിയകളുടെ മസ്തറൊക്കെ എന്താണ്? ഖിയാസിയാണ്. ഖിയാസിയല്ല, സമായിയാണ്. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ കേട്ട് പഠിക്കുക എന്നുള്ളൂ. മറ്റേതൊരു റൂളുണ്ട്, 4 അക്ഷരമുള്ളതും 5 അക്ഷരമുള്ളതും. ഇത് ഖിയാസിയാണ്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ യറ. അപ്പോൾ എന്ത് പറഞ്ഞത്? ഇതിൻ്റെ യറ റ ഏത് കലിമയെ? ഐൻ കലിമയെ കളഞ്ഞു, ഹംസനെ കളഞ്ഞു. യറ മുലാരിൻ്റെ ലെറ്റർ വെച്ചു, ഫസ്റ്റ് ലെറ്റർ വെച്ചു, സെക്കൻഡ് ലെറ്റർ ഇല്ല. യറ എന്ന് പറഞ്ഞാൽ അവൻ കാണുന്നു. ഇനി ഇതിൻ്റെ അമ്രഫേൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അമ്രഫേൽ സാധാരണ ഉണ്ടാക്കാം. വെറുതെ ഇത് കൂട്ടി അമ്രഫേൽ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ അമ്രഫേൽ ഉണ്ടാക്കും. മുലാറത്തിന്റെ ലെറ്ററിനെ കളയും അല്ലേ? തറയെന്നാണ് നമ്മൾ അമ്രഫേൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മുലാറത്തിന്റെ ലെറ്ററിനെ കളഞ്ഞു, പിന്നെ ഇല്ലത്തിന്റെ അക്ഷരം കളഞ്ഞു. അപ്പൊ എന്തായി? അമ്രഫേൽ റ ആയി. നീ കാണും, ഒരൊറ്റ അക്ഷരമുള്ളൂ കേട്ടോ. റ. ഇനി കാണുന്നവന് റായിൻ. റായിൻ കാണുന്നവൻ, കാണപ്പെടുന്നവൻ മർഇയുൻ. റായിൻ മർഇയുൻ. പിന്നെ കാണൽ എന്നുള്ളതിന് റുഇയത്തുൻ എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ഞാനത് ഏതാ ഖുർആൻ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. മർഇയുൻ റ. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. നാക്കിസായ ഫേല് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത് പഠിക്കാൻ. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡി മറ്റേ ബുക്കിൽ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അവിടെ എത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടല്ലോ നമുക്കിതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡി